അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇന്നലെ രാത്രി ഇവിടെ നല്ല കാറ്റും മഴയും ഇടിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല മിറ്റമൊക്കെ കിടക്കുന്നുണ്ടോ, ആകെ അലങ്കോലോട്ട് കിടക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ റോഗേജിനൊരു പ്ലാസ്റ്റിക് ഉണ്ടെന്ന് മൊത്തം കടിച്ച് കയറി മുറ്റത്തിട്ട് ഇരട്ടി പണിയാക്കി വെച്ചേക്കുക. അല്ല, ആഷ്മി ലച്ചു നാളെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ റെഡിയാവാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ലച്ചു പിന്നെ രാവിലെ ഇരുന്ന് പഠിക്കുക. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അടി എല്ലാവരും ഒരുമിച്ചൊരു കുളിക്കാൻ കയറക്കോ ഒരുങ്ങക്കവും എന്തായാലും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു മേളമുണ്ട്. അപ്പോൾ ഇന്ന് റേഷൻ കട അവധിയാണ് കേട്ടോ. ഇന്ന് കട തുറക്കണ്ട, കാരണം ഫെബ്രുവരി മാസത്തെ റേഷൻ ഇന്നലെ മാർച്ച് 3 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ഇതുപോലെ കച്ചവടം, അതാത് മാസത്തെ കച്ചവടം തീരുന്നതിൻ്റെ പിറ്റേ ദിവസം മിഷീനകത്ത് അടുത്ത മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ദിവസം ഓഫാണ് റേഷൻ കട. അങ്ങനെ റേഷൻ കട അവധി. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ചമ്മന്തി ആയിരുന്നു കേട്ടോ. ചമ്മന്തി എന്ന് പറയുമ്പോൾ തേങ്ങ വറുത്തെടുക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തി ഇവിടെ പിള്ളേർക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒന്നേ കടല വേണം, അല്ലെങ്കിൽ മുട്ടക്കറി വേണം, അല്ലെങ്കിൽ കിഴങ്ങറി വേണം. ഇത് 3 ഇവിടെ ഇല്ലായിരുന്നു. കിഴങ്ങ് 1-2 കിടപ്പുള്ളൂ. ഇത് 3 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തി ആക്കിയത്. അപ്പോൾ പിള്ളേർക്ക് വലിയ പാടാ ചമ്മന്തിയൊക്കെ കൂട്ടി അപ്പം കഴിക്കാനായിട്ട്. തന്നെയല്ലേ കിഴങ്ങറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിനിച്ചിരി സമയം എടുക്കും. അപ്പം ഞാൻ മിക്കവാറും അവധി ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ഇന്ന് പിന്നെ കടയില്ലായിരുന്നു, ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ കിഴങ്ങില്ലായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് അവർക്ക് ഞാൻ ചമ്മന്തി അരച്ചു. ചമ്മന്തിയും മുട്ടയല്ല മീൻ വറുത്തതും കടുമാങ്ങ കൊടുത്തു വിടാൻ ഉദ്ദേശിച്ചിരുന്നത്. ചമ്മന്തി കണ്ടപ്പോൾ ആശി പറയായിരുന്നു, എന്നും അങ്ങ് ചമ്മന്തിയാണല്ലോ, ഒഴിച്ചുവിട്ടാൽ മതി എന്നും പറഞ്ഞു. ഇന്നലെ ഞാൻ സാമ്പാറാണ് കൊടുത്തു വിട്ടത്. 2 ദിവസം അടുപ്പിച്ച് ഒഴിച്ചുവിട്ടാൻ കൊടുത്തു വിടുമ്പോഴത്തേക്കിനും ആഷ്മി പറയും, അയ്യോ എന്നും അങ്ങ് ഒഴിച്ചുവിട്ടാൻ കഴിച്ചു മടുത്ത്, ചമ്മന്തി എനിക്കിഷ്ടം, ചമ്മന്തി ചമ്മന്തി കൊടുത്തു വിടുമ്പോൾ ഉള്ള അവസ്ഥ ഇതാ. അങ്ങനെ എന്തായാലും ഞാൻ അപ്പം ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള 3 അപ്പം മാത്രമേ 2-3 അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം നമുക്കിന്ന് കടയിൽ പോകേണ്ടതുകൊണ്ട് പിന്നെ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ മുരിഞ്ഞപ്പം ലച്ചുവിനാണ് കേട്ടോ. ആഷ്മിക്ക് എന്തെങ്കിലും ശകലം പോലും മുരിയുന്ന ഇഷ്ടമല്ല അപ്പം. ഇത് ഞാൻ റേഷൻ കടയിലെ പച്ചരിയും വെച്ച് ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് അപ്പം കിട്ടുന്നത്. പിന്നെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി കൊടുത്തു. പൊതിച്ചോറ് കൊണ്ടുപോകണമെന്നുള്ള നിർബന്ധം ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ആ പേപ്പറിനകത്ത് അവർക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്ലേറ്റിൽ തന്നെ തട്ടത്തിൽ തന്നെ കൊണ്ടുവന്നത്. അപ്പം കഴുവത്തില്ല കേട്ടോ, വെള്ളത്തിന് ക്ഷാമം ഇതുവരെ മാറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ തട്ടത്തിൽ തന്നെ നിങ്ങൾ കൊണ്ടുപോകും, പിന്നെ കഴുവത്തില്ല, വൈകുന്നേരം ഇവിടെ വന്നേ കഴുവത്തുള്ളൂ. ഇച്ചിലൊക്കെ കളഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആഷ്മി ചോറ് കഴിക്കുക, ചോറല്ല അപ്പം കഴിക്കുകയാണ്. ആഷ്മിക്ക് മുരിയാത്ത അപ്പവും ലച്ചു ഇതുവരെ കഴിക്കാൻ വന്നില്ല. ലച്ചു രാവിലെ മുതലേ കലിപ്പില്ല. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എനിക്കൊരു വീഡിയോ എടുത്തുക ലഞ്ച് ബോക്സ് വീഡിയോ ഇടാൻ നേരം ഒരു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാൽ പാക കലിപ്പില്ല, നമുക്ക് സമയം പോയി പിന്നെ ലേറ്റായിട്ട് സ്കൂളിൽ കൊണ്ടുവിടും എന്നിങ്ങനെ പറയത്തേ ഉള്ളൂ. ലേറ്റായിട്ട് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഞാൻ കറക്റ്റ് സമയത്തിന് അവരെങ്ങനെ പോലും കൊണ്ടുവിടുമെന്ന് അവർക്കറിയാം. അപ്പം ദേഷിച്ചിരിക്കും കേട്ടോ. എന്നോട് ദേഷിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, നീ കഴിച്ചില്ലല്ലോ, നീ കഴിച്ച് റെഡിയായിട്ടിരി, അപ്പോഴത്തേക്കിനും ഞാനും റെഡിയായിട്ട് വരും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നിൽക്കുന്നതിനാ. അപ്പം നമുക്കറിയാമല്ലോ, അവർക്ക് സ്കൂളിൽ ഇന്ന സമയത്ത് ചെല്ലണം, അവർക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും പിള്ളേർക്ക് കലിപ്പ്, അവർക്കങ്ങ് പേടി, സ്കൂളിൽ വല്ലതും പറയുമോ. അപ്പോൾ 1 മണിക്കാണ് അവർ ലഞ്ച് കഴിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ചമ്മന്തി കൂട്ടി കഴിക്കാൻ വലിയ മടിയാന്ന്. അപ്പോൾ 1 മുറി അപ്പം പോലും ലച്ചു എടുത്തിട്ടില്ല. ആഷ്മി എന്തായാലും 1 കഴിച്ചു, അവൾ 1 മുറി അപ്പം പോലും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അവരെ കറക്റ്റ് സമയത്തിന് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടു കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് മുതൽ പണിക്കാരുണ്ട്. കുറച്ച് ദിവസമായിട്ട് പണിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ പണിക്കാരുണ്ട്. അപ്പം ഞാൻ അവർക്ക് വെള്ളവും ചായയൊക്കെ ആയിട്ട് വന്നതാണ്. വീട്ടിൽ വന്നിട്ടാണ് പിന്നെ വെള്ളവും ചായയൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഞാൻ അമ്മ അമ്പലത്തിൽ പോയി. ഇന്ന് ഞങ്ങളുടെ അടുത്തൊരു അമ്പലത്തിൽ കൊടിയേറി കിടക്കുകയാണ്. അപ്പോൾ അവിടെ പറയൊക്കെ ഇടണമായിരുന്നു. അങ്ങനെ അമ്മ രാവിലെ അല്ല, ഞാൻ സ്കൂളിൽ പോലൊക്കെ പൊട്ടുന്നതെല്ലാം കഴിഞ്ഞിട്ടാണ് കുളിച്ചൊരുങ്ങി അമ്മ അമ്പലത്തിൽ പോയി പറയൊക്കെ ഇടാനായിട്ട് പോയി. അപ്പം പിന്നെ ഞാൻ അപ്പം പിന്നെ ഉണ്ടാക്കിയില്ല കേട്ടോ. അവളുമാർ എനിക്ക് 1.5 അപ്പം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതങ്ങ് കഴിച്ചു. ഞാൻ അമ്മ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ 3 അപ്പമാണ് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചത്. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വെച്ചൊരു മുളക് കുഷ്യം വെക്കാമെന്ന്. മുളക് കുഷ്യം എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് കേട്ടോ. ഈ ഏത്തക്കായും കൊച്ചുള്ളിയും ഒക്കെ, ഏത്തക്ക ഇങ്ങനെ പൊളിച്ചാണ് എടുക്കുന്നത്. ഏത്തക്കായും കൊച്ചുള്ളിയാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ എരിവിന് പച്ചമുളക് ചേർക്കത്തില്ല കേട്ടോ. ഞാൻ പച്ചമുളക് കാണിച്ചതേ ഉള്ളൂ, പച്ചമുളക് ചേർക്കത്തില്ല. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയേ ചേർക്കത്തുള്ളൂ. കൂടുതലും മല്ലിപ്പൊടിയും ചേർത്ത്, പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി. എനിക്ക് കുരുമുളക് പൊടിയാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. ഇതെന്ന് പറയുമ്പം പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്കാണ് ഇത് ശരിക്കും കൊടുക്കുന്നത്. കിടക്കുന്ന പെണ്ണുങ്ങൾ മെയിനായിട്ട് കഴിക്കുന്ന ഒരു ആഹാരം. പണ്ടത്തെ ആൾക്കാരൊക്കെ കഴിക്കുന്നു, ഇപ്പോഴത്തെ ആൾക്കാർ കഴിക്കുമെന്ന് അറിയത്തില്ല. ഞാനൊക്കെ പ്രസവിച്ച് കിടന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. കാരണം ഈ കുരുമുളകൊക്കെ അങ്ങോട്ട് ഉള്ളിലോട്ട് ചെല്ലാനായിട്ട് നമുക്ക് ചോറുണ്ണുമ്പോൾ അന്നേരം ഒരുവിധം പെട്ടെന്നൊന്നും കഴിച്ചുകൂടാന്നൊക്കെ പറയുമല്ലോ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്. അങ്ങനെ നമുക്ക് വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു സാധനം ഇതായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം കേട്ടോ. അന്നത്തെ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇടയ്ക്ക് വെച്ചിട്ട്
ഇതിന് ഓർമ്മ പോലും ഇല്ലായിരുന്നു ഈ ഒരു സംഭവം. അപ്പം ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏത്തക്കയൊക്കെ ചെറുതായിട്ട് കണ്ടിച്ചു, ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു. പിന്നെ കടു വറുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും ആ ഏത്തക്ക ഇട്ട് ഇച്ചിരി നേരം ഒന്ന് വഴറ്റിയിട്ട് പൊടിയിട്ട് വഴറ്റി. പിന്നെ മെയിനായിട്ടും കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടുന്നത്. കുരുമുളക് പൊടി നന്നായിട്ട് ചേർക്കണം, നന്നായിട്ട് ഇരിക്കണം. അങ്ങനെ ഇതെല്ലാം വഴറ്റിയെടുത്ത്, പൊടിയെല്ലാം വഴറ്റിയെടുത്ത് നമ്മുടെ ആവശ്യത്തിന് വെള്ളം. ഇത് നന്നായിട്ട് കൂറും കേട്ടോ, കാരണം നമ്മൾ മല്ലിപ്പൊടിയാണ് നന്നായിട്ട് കൂടുതൽ. ഞാനൊരു 1/2 സ്പൂൺ മുളക് പൊടി 2.5 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി തന്നെ ചേർത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കൊഴുത്ത് വരും കേട്ടോ. നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള നമ്മൾ വെള്ളം ഒഴിക്കണം. പിന്നെ ഇതിന് പുളിക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം വടക്കംപുളിയാണ് ചേർക്കുന്നത്. നമ്മൾ മീനൊക്കെ ചേർക്കുന്ന വടക്കംപുളിയില്ലേ, ആ പുളിയാണ് ചേർക്കുന്നത്. അത് ഞാൻ പക്ഷേ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിനും ഞാൻ പുളി എടുത്ത് കളഞ്ഞത്. ഇതിനകത്ത് ഓവറായിട്ട് പുളി ഇറങ്ങാൻ പാടില്ല, കുറച്ച് പുളിയാവും. അതുകൊണ്ട് ഇത്രയും കുരുമുളക് പൊടി ഇടണം കേട്ടോ. നല്ല എരിവായിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ചപ്പോഴത്തേക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ്. കുരുമുളകിൻ്റെ ആ ഒരു എരിവ് ചെല്ലുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് നന്നായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇത് ആഷ്മിക്ക് കഴിക്കത്തില്ല. ആഷ്മിക്ക് ഇത് ചമ്മന്തി ഉണ്ട് രാവിലത്തെ. ലച്ചു ഇതൊക്കെ കഴിയും. ലച്ചു പിന്നെ എരി മുളകൊക്കെ കലക്കി കുടിക്കുന്ന ടീമാണ് ലച്ചു. പിന്നെ ലച്ചു നല്ലതായിട്ട് എരി കഴിക്കുന്നുണ്ട്, ലച്ചുവിനൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു ഫുഡാണ്. പിന്നെ ഞാൻ വേറൊന്നും ഉണ്ടാക്കി. ചൂര വറുത്തതുണ്ട്. അപ്പോൾ 2 ദിവസത്തേക്കായിരുന്നു ഞാൻ ചൂര മേടിച്ചത്. അപ്പോൾ ഇന്നത്തേക്ക് വറുത്തതുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇവിടെ മീനും കൊണ്ട് വരുന്ന ഒരു നാസറുണ്ട് കേട്ടോ. നാസർ രാവിലെ വന്നപ്പോൾ പിന്നെ അമ്മ 50 രൂപയുടെ മത്തി നാസറിൻ്റെ നിന്ന് മേടിച്ചു. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇവിടെ തരുന്നതല്ലേ, അപ്പോൾ നമ്മൾ മേടിക്കണമല്ലോ. അപ്പം അങ്ങനെ മേടിച്ചു. അപ്പോൾ ഇവിടെ മത്തി സ്ഥിരം ഈ വീട്ടിൽ മത്തി ഒഴിയാത്തൊരു സാധനമാണ്. പക്ഷേ ഞങ്ങൾ മത്തി കഴിച്ചിട്ട് കുറേ നാളായി. കാരണം ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഈ മത്തി തോരൻ വയ്ക്കുന്നതും വറക്കുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. ഇവിടെ പിള്ളേർക്കും പിന്നെ ഈ ഇടയ്ക്ക് അമ്മയ്ക്കും ഇഷ്ടമല്ല മത്തിയൊന്നും. എന്തായാലും ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് മത്തി എടുത്തോളൂ കേട്ടോ. എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല മത്തി. കണ്ടിച്ചുകൊണ്ടിരുന്നപ്പം ടേസ്റ്റുള്ള മത്തിയായിട്ട് തോന്നിയില്ല. അങ്ങനെ മത്തി ഞാൻ കുറച്ച് കണ്ടിച്ചു കേട്ടോ. ബാക്കി എടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജ് വെച്ചു കുറച്ച് വറുക്കാനായിട്ട്. കാരണം ചൂര വറുത്തുണ്ടല്ലോ, അങ്ങനെ കുറച്ച് മീൻ കണ്ടിച്ച് ഞാനതങ്ങ് വറുക്കാനായിട്ട്. അപ്പോഴത്തേക്കിനും നമ്മുടെ കറി സെറ്റായി കേട്ടോ. നമ്മൾ ഈ കറി അടുപ്പ് ഗ്യാസിൽ വെച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ ഇത് ഈ കളറല്ല, ഇത് ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ ഉള്ള കളറല്ല. ഇത് നല്ല കറുത്ത കളറിലാണ് ഈ കറി ഇരിക്കുന്നത് കേട്ടോ. കാരണം ആ കുരുമുളകൊക്കെ നമ്മൾ അത്രയും ചേർത്തുകൊണ്ട് നല്ല കറുത്ത കളറിലായിരിക്കുന്നത്. ഇതിനകത്ത് പക്ഷേ ഒരു ചെറിയ ചുമന്ന കളറല്ലേ. അങ്ങനെ ഞാൻ അതാണ്ട് മീനുമൊക്കെ വറുത്തു മാറ്റി. അപ്പോഴത്തേക്കിനും അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നു. അമ്മയ്ക്ക് പിന്നെ അപ്പം വേണ്ട. അമ്മ 11:30 വന്നു. അപ്പോൾ പിന്നെ ചോറ് കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മുടെ നാസർ മാമൻ. നാസർ മാമൻ അത് രാവിലെ മീനും കൊണ്ട് തന്നത്. അപ്പോൾ നാസർ മാമൻ മീനൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് നാസർ ആക്രി പറക്കാനായിട്ട് വരും. അങ്ങനെ ഞങ്ങൾക്ക് കുറേ ദിവസം കൊണ്ട് കുറേ ആക്രി കിടപ്പുണ്ടായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പം അതെടുക്കണം എന്ന് ഒത്തിരി ദിവസം കൊണ്ടേ പറയും. അപ്പം വീട്ടിൽ ആളുള്ളപ്പോഴേ അമ്മ ഇതൊക്കെ ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പം അമ്മയുള്ളപ്പോഴേ വന്നാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെ ഇന്ന് അമ്മ ഉണ്ടായതുകൊണ്ട് അമ്മ പിടിച്ചെടുത്ത് പൈസയ്ക്ക് വന്നായിരുന്നു മീനുള്ളത്. ഉച്ചയ്ക്ക് വിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. തിരിച്ചു വരുന്ന വഴിക്കാണ് പൈസ കൊടുക്കുന്നത്. അങ്ങനെ ഇത്രയും ആക്രി കൊടുത്ത് നമ്മൾ പൈസയായിട്ട് മേടിക്കത്തില്ല കേട്ടോ, മീനായിട്ട് മേടിക്കത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ 2-3 ദിവസം മീൻ തരും. ഇന്നത്തെ മീനോട് പൈസ കണക്കാക്കി ബാക്കിയുള്ളത് മീൻ തരും. അതിന് നമ്മൾ പൈസയായിട്ട് ഇത് കൊടുക്കുമ്പോൾ മേടിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇനി കൊണ്ടുവന്ന് ഇനിയിപ്പോൾ എന്നും വരത്തില്ല മീൻ. നമ്മളിൽ കടലൊക്കെ പോയല്ലേ മേടിക്കുന്നത്, എന്നും വരത്തില്ല, വല്ലപ്പോഴും ഇതുപോലെ വരുത്തതേ ഉള്ളൂ. അങ്ങനെ പിന്നെ അമ്മ മീനൊന്നും എടുത്തില്ല. അമ്മ കറി മാത്രം കൂട്ടി ചോറുണ്ണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.